2015 ലോഡ്ജി 85,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 85. ഡീസല പെട്രോളാ? ഡീസൽ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 18-19 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത്. 2012 വാഗണർ LXi ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ, ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഇത് 2007 മാരുതി 800 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറൊക്കെ ഇപ്പോൾ കാണുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതെ, നല്ല ടയർസ് കിടക്കും. അത് ഫുൾ കവർ ഇൻഷുറൻസ്, ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഇത് 2008 സെൻ എസ്റ്റിലോ LXi. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. ഓണർഷിപ്പ് എത്ര? ഓണർ സെക്കൻഡ്. ഹായ് ഫ്രണ്ട്സ്, അനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ ഭാഗത്ത് LMS ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്തുള്ള കല്ലമ്പലം യൂസ്ഡ് കാസിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. കാരണം ഇത് മെയിൻ ഷോപ്പാണ്. കഴിഞ്ഞ ദിവസത്തത് നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് വണ്ടി ഇട്ടിട്ടുള്ളായിരുന്നു. ഇത് തോന വണ്ടികളുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ ഓണം പ്രമാണിച്ച് നിങ്ങൾക്കൊരു ചെറുതും 800 തൊട്ട് ഇന്നോവ വരെ നോക്കുന്നതും അതർ സ്റ്റേറ്റ് വണ്ടികൾ അങ്ങനെയുള്ള ഏത് രീതിയിലും എടുക്കാൻ കൊള്ളാവുന്ന വണ്ടികൾ കിടക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പം അത്തരത്തിൽ ചെറുതും വലുതും മിഡിലും ഒക്കെ ആയിട്ട് നോക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഉതകുന്ന ഒരു നല്ല വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നല്ലതോ ചീത്തയോ എന്താവട്ടെ, തെറി വിളിക്കരുത്. അല്ലാതുള്ള നല്ലതോ ചീത്തയായ നിങ്ങളുടെ നല്ല നല്ല കമൻസുകൾ എനിക്ക് അയച്ചു തരിക. നമ്മളെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും രീതിയിൽ അത് ഗുണകരമാവുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എടുക്കുന്ന രീതിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻസുകൾ പറയാനുണ്ടെങ്കിൽ പറയുക. നമുക്ക് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ തിരുത്തുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് സുഹൃത്തുക്കളൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇപ്പോൾ കിടക്കുന്ന സ്റ്റോക്കുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, ഓണം പ്രമാണിച്ചുള്ള രണ്ടാമത്തെ എപ്പിസോഡ്. ഈ സ്ഥാപനം എവിടെയാണെന്നുള്ള ആദ്യം വ്യക്തമാക്കുക, കാരണം അതും ഇതും വ്യത്യാസമുണ്ട്. ഇത് ആറ്റിങ്ങൽ LMS ജംഗ്ഷനിലാണ്. LMS ജംഗ്ഷൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനും, കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പൂവമ്പാറ പാലം കഴിഞ്ഞ് വരുന്ന അടുത്ത ജംഗ്ഷനിലുമാണ്. ഓക്കെ, ഇവിടെ എത്ര രൂപ തൊട്ടുള്ള വണ്ടി കിടക്കണേ? ഇവിടെ 47 മുതൽ കിടപ്പുണ്ട്. ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണിക്കാനുണ്ട്? ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം. നല്ല വണ്ടികൾ ഓണത്തിന് നിങ്ങൾക്ക് വിറ്റുപോവുകയും നാട്ടുകാർക്ക് കിട്ടുകയും ചെയ്യട്ടെ. ഓക്കെ. ഇത് 2023-2028 വരെ പേപ്പറുള്ള AC ഉള്ള വണ്ടിയാണ്. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? വർക്കിംഗ് ആണെന്ന് തോന്നുന്നു, നോക്കണം. വണ്ടി. ഓക്കെ, ഓണർഷിപ്പ് അറിയാവോ? അല്ല, ഓണർഷിപ്പ് പറയാതിരിക്കുമല്ലോ, കിലോമീറ്റർ അല്ലേ പറയാൻ പറ്റാവുള്ളൂ. ഓണർഷിപ്പ് തേടാങ്ങാണ്ടാണത്. തേടാന്ന് തോന്നുന്നു. ഒരുപാട് വണ്ടി കിടക്കുന്നുണ്ട്, അത് ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം. എന്തായാലും വണ്ടിക്ക് അകമൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് MBF അല്ലേ? ഇത് കാർബറേറ്ററാണ്. ഇത് ടയർ കൊള്ളാം, നല്ല ടയറാണ്. ബോഡി നല്ല വണ്ടി, ബോഡിയൊക്കെ കണ്ടിട്ട് ബോയിലർ സെറ്റ് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്. എത്ര ചോദ്യം? 49 രൂപയ്ക്ക് കൊടുക്കാം. 49. ബാക്ക് സൈഡ് കൊള്ളാം. എല്ലാ ടയറും മാറിയിട്ടുണ്ടോ? ഇല്ല, ടയർ 2 പുതിയത്, 2 ആവറേജ് അല്ലേ? ഫ്രണ്ട് ആവറേജ് അടക്കണേ. ഓക്കെ. ഇത് എന്ന് വരെ പേപ്പർ ഉണ്ട്? 2028 വരെ ഉണ്ട്. 28 ലാസ്റ്റ് ആണ്? പകുതിയിൽ കൂടുതലുണ്ട്. 2023 ഗ്ലാൻസ V 37,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഓണർഷിപ്പ് എത്രയാ? സിംഗിൾ ഓണർ. എന്തോ ഓടി? 37,000. V ആണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. ഓക്കെ, റീപ്ലേസ് വരെ ഉണ്ടോ? റീപ്ലേസ് ബോണറ്റ് മാത്രമുണ്ട്, 2 ഗ്ലാസ് ഇല്ല, ബോണറ്റ് മാത്രം. ഓക്കെ, ആൻഡ്രോയിഡ് ഒക്കെ വരുന്ന മോഡലാണ്. ഏറ്റവും ടോപ്പ് വണ്ടിയാണ്. പുതിയ ഫുൾ കവർ ഇൻഷുറൻസ്, 7 ലക്ഷം രൂപ IDV ഉണ്ട്. നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വീൽസ് ഒക്കെ വെച്ച് വീൽസ് ഉള്ളതാണ്, അടിപൊളി. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം, 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6.25. 1 രൂപ ഇല്ലെങ്കിൽ ഇറക്കാന്നുണ്ട്. ഫുൾ ലോൺ കിട്ടുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ. 2021 അമേസ് VX ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എന്തോ ഓടിയിട്ടുണ്ട്? 70,000 കിലോമീറ്റർ. ജെനുവിൻ ആണോ? ജെനുവിൻ. 2 ജാവി സർവീസ് ബുക്ക്, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പെട്രോളോ ഡീസൽ? പെട്രോൾ. എന്തോ മൈലേജ് ഉണ്ട്? മൈലേജ് 17-18. വേണ്ട. ഒരു ആൻഡ്രോയിഡ് ഉണ്ട്. പുഷ് സ്റ്റാർട്ട് ബട്ടൺ അല്ലേ? അതെ. ഓക്കെ. ബാക്ക് സൈഡൊക്കെ കാണാൻ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് 6,000 രൂപയ്ക്ക് കൊടുക്കാം. 6,000. എത്ര ലക്ഷം രൂപ ഫിനാൻസും ചെയ്യും. അപ്പോൾ ഒരു 50,000 ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല വണ്ടി, നല്ല ക്ലീൻ വണ്ടിയാണ്. പെയിൻ്റ് ഒന്നും പോയിട്ടില്ല, അതുപോലെ കളർ ഫെയ്ഡ് വന്നിട്ടില്ല. ആ രീതിയിൽ വണ്ടി കാണാൻ കൊള്ളാം. ഇതിന് റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്, ഫെയ്ഡൊന്നും വന്നിട്ടില്ല. 2019 സെലേറിയോ ZXi ആണ്.
ഓണർഷിപ്പ് സിംഗിൾ ഓണർ 62,000 കിലോമീറ്റർ. നല്ല ടയേഴ്സ് ആണല്ലോ. ടയർ 4 പുതിയത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലല്ലേ? ഏറ്റവും ടോപ്പ്. ഓട്ടോമാറ്റിക്. കൊള്ളാം. വണ്ടിക്കാകെ കാണാൻ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് കിടപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം. എത്ര ചോദ്യം? 4.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 4.5 ലാസ്റ്റാണ്. ഒരു 4-4.25 രൂപ ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 15 രൂപ ഇറക്കാം, 25 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഒരു ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡോർ മാത്രം, റൈറ്റ് സൈഡ്. ഡ്രൈവറിന്റെ സൈഡ് ഈ ഒരു ഡോർ, ഗ്ലാസ് ഒന്നുമില്ല, ഈ ഒരു ഡോർ മാത്രം. 2014 സ്വിഫ്റ്റ് ഡിസയർ VXi സിംഗിൾ ഓണർ, 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. കിലോമീറ്റർ ജെന്യുവൻ കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുകയാണ്. എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ടയേഴ്സും കൊള്ളാം, അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എടുത്തിട്ട് ഓടിയാൽ മതി, മാറേണ്ട ആവശ്യം ഓടാൻ എന്തായാലും ഇല്ല. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 3.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 3.5. പെട്രോൾ അല്ലേ? പെട്രോൾ. VXi. ഒരു 3.25 രൂപ അടുപ്പിച്ച് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. എല്ലാ ടയേഴ്സും കൊള്ളാം, അത്യാവശ്യം നല്ല വണ്ടി. 2013 സ്വിഫ്റ്റ് ഡിസയർ VDI ആണ്, ഡീസൽ വണ്ടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്തോടി? 1,02,000 കിലോമീറ്റർ. മേജർ സർവീസ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വെച്ചേക്കുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം വണ്ടിക്കകമൊക്കെ വൃത്തിയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയുണ്ട്. നല്ല പുത്തൻ ടയറാണ് കിടക്കുന്നത്. ഇത് 4 പുതിയ ടയറാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് ലാസ്റ്റ് 3.5 രൂപയ്ക്ക് തന്നെ കൊടുക്കാം. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. ഫുൾ ഫിറ്റിങ്സ്, കാര്യങ്ങൾ, ആൻഡ്രോയിഡ് എല്ലാം ചെയ്തിട്ടുണ്ട്. കൊള്ളാം, വണ്ടി കാണാനും കൊള്ളാം, അത്യാവശ്യം നല്ല ഓടിക്കാനും നല്ല വണ്ടി. ഇത് 2009 സെൻ എസ്റ്റിലോ VXi ആണ്. ടയർ ആവറേജ്. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ ഒക്കെ എത്രയാ? 1.5 ആയി. 1.5 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്ന വണ്ടിയാണ്. ബാക്ക് വൈപ്പർ. കിലോമീറ്റർ ജെന്യുവൻ അല്ലേ? ജെന്യുവൻ. എത്ര ചോദ്യം? ഇത് 1.30 കൊടുക്കാം. എന്തെങ്കിലും അപാകത പറയാനുണ്ടോ? ഇല്ല, വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല, നല്ല വണ്ടി. 1.30. ഇത് ഏത് വർഷമായിരുന്നു? 2009 29 വരെ പേപ്പർ ഉണ്ട്. K സീരീസ് എഞ്ചിനാണേ. ഓക്കെ. അപ്പോൾ എന്തായാലും ലോണൊന്നും കിട്ടൂല? ലോൺ കിട്ടത്തില്ല. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പെയിന്റ് കുറച്ച് ചെയ്തിട്ടുള്ളത്? ഫുള്ള് ഇല്ല, ചെറിയ ബമ്പറൊക്കെ ടച്ചപ്പ് ചെയ്തേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് 2016 കിഡ് RXL. ഓണർഷിപ്പ് എത്രയാ? തേർഡ് ഓണർ. എന്തോ ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ. ഇത് ബേസ് ആണോ? അല്ല, സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ്. 2 ഡോർ പവർ ഉണ്ട്. ഇത് അഡീഷണൽ ചെയ്തതാണ്? 2 ഡോർ അഡീഷണൽ ചെയ്തതാണ്. AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്ന വണ്ടിയാണ്. ഓക്കെ. വണ്ടി ആകെ കാണാൻ വൃത്തിയായിട്ടാണ് പോകുന്നത്. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? 1.90 കൊടുക്കാം. ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് 20 മൈലേജ് കിട്ടും. ഒരു 1.70 ലോണും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് 2002 5 സ്പീഡ് AC ഇഞ്ചക്ടർ വണ്ടിയാണ്. ഓണർഷിപ്പ് എത്രയാ? ഓണർ തേർഡ്. കിലോമീറ്റർ നമുക്ക് ജെന്യുവൻ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. വണ്ടിയുടെ കണ്ടീഷൻ അത്യാവശ്യം കൊള്ളാം, വൃത്തിയായിട്ട് പോകുന്നുണ്ട്. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്, വർക്ക് ചെയ്യുന്ന നല്ലപോലെ. ഓക്കെ. ടയേഴ്സ് എങ്ങനെയുണ്ട്? ആവറേജ് ആണ്. എത്ര ചോദ്യം? 47 രൂപയ്ക്ക് കൊടുക്കാം. 47. ഇതിൻ്റെ പേപ്പേഴ്സ് ഒക്കെ ഇനി എത്ര നാളുകൂടി ഉണ്ട്? 2027 ലാസ്റ്റ് വരെ ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസോ അപാകത അങ്ങനെ എന്തെങ്കിലും? ഒരു അപാകതയില്ല, വണ്ടി നോക്കാം, ആ ക്വാളിറ്റി ഉണ്ട്. 2013 ആൾട്ടോ 800 VXi ആണ്. 63,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ജെന്യുവൻ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകം കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. 2 ഡോർ പവർ വിൻഡോസ് ആണ്, കൊള്ളാം. വണ്ടിക്കകം ഓക്കെ. സീറ്റ് കവറായിട്ട് ഒന്നുമില്ല, നോർമലാണ്. എന്നാലും വണ്ടി ബ്യൂട്ടിഫുൾ, കുഴപ്പമില്ല. സ്ക്രാച്ച് ഒന്നും ഇല്ലല്ലോ? ഇല്ല. ടയേഴ്സൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. എത്ര ചോദ്യം? ലാസ്റ്റ് 1.65 കൊടുക്കാം. 1.30 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 35 രൂപ ഇറക്കാം. കളർ ഫെയ്ഡ് ആയിട്ടൊന്നും വന്നിട്ടില്ല അല്ലേ? ഇല്ല. കാണാൻ കുഴപ്പമില്ല, നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. 2016 ബീറ്റ് ആണ്, ഡീസൽ. ഓണർഷിപ്പ്? ഓണർ തേർഡ്. 80,000 കിലോമീറ്റർ. 80. ഇത് പെട്രോൾ ഡീസൽ? ഡീസൽ. ഇത് മൈലേജ് എത്ര കിട്ടും?
20 മേലിൽ കിട്ടും. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, വേറെ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. എഞ്ചിനൊക്കെ പക്കാണ്. ഡീകംപ്രഷനോ ഓയിലടിയോ ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 1,25,000 രൂപയ്ക്ക് കൊടുക്കാം. 1,25,000. ടയേഴ്സ് ആവറേജ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, നല്ല വണ്ടി. എത്ര ചോദ്യം? 1,25,000 ലാസ്റ്റ്. ഇതിന്റെ പേപ്പർ വർക്കൊക്കെ ഇനി ഉണ്ട്. 2031 വരെ പേപ്പറുണ്ട്, കിടപ്പുണ്ട്. ഓക്കെ. വണ്ടി ബോഡി ഷേപ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല വണ്ടി. കൊച്ചു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല എൻജിൻ. വേറെ എൻജിനൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. 2016 ആൾട്ടോ 800 LXi. ഓണർഷിപ്പ് സെക്കൻഡ്. എന്ത് ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. 80 ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ. വണ്ടിക്കകം ഒക്കെ നീറ്റായിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിക്കുകയാണ്. അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും നീറ്റാണ്. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? 2,30 കൊടുക്കാം. 2,30. എത്ര രൂപ ലോൺ കിട്ടും? 10-20 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. ഇവിടെ ഇപ്പം ഈ ലോൺ സൗകര്യം എങ്ങനെയാണ്? അതായത് എന്ത് ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊണ്ടുവരണ്ടേ? നമുക്ക് ആധാർ, പാൻ കാർഡും സിവിൽ ചെക്ക് ചെയ്യാനായിട്ട് വേണം. പിന്നെ ബാക്കി ഇല്ലാത്തൊക്കെ നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. ഈ കരാടൊക്കെ റെസിപ്റ്റ് ഇല്ലാത്തവർക്ക് അറിയേണ്ടത്. ഇല്ലാത്തത് നമുക്ക് സിവിലൊക്കെ ഓക്കെ ആണെങ്കിൽ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. വാടക ചീട്ട് അങ്ങനെയുള്ളതെല്ലാം വേണോ? പരമാവധി ചെയ്യാൻ പറ്റുന്ന കേസാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം. 2016 ആൾട്ടോ 800 LXi. ഓണർ സെക്കൻഡ്. 53,000 കിലോമീറ്റർ. 53,000 കിലോമീറ്റർ. ജെനുവിൻ. ഇതിന്റെ സീറ്റ് കവർ കീറിയോ? മുതുക് ഭാഗത്ത് സീറ്റ് കവർ ഉണ്ട്, ഇരിക്കുന്നിടത്തില്ല. അത് ചെറിയ ഡാമേജ് വന്നിട്ട് ഇളകി കളഞ്ഞാൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കൂ. അതാണെങ്കിൽ ചെയ്ത് കൊടുക്കാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? നമുക്ക് 2,40 കൊടുക്കാം. 2,40. എന്തെങ്കിലും അപാകത പറയാൻ? ഒരു കുഴപ്പമില്ല. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. 2,40 എന്ന് പറയുമ്പോൾ ഒരു 20 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റുമോ? 15-20 രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു 3 വർഷം ലോൺ? അതോ 5 കൊല്ലം കിട്ടും. 5 കൊല്ലം. ഇത് 2012 വാഗണർ LXi ആണ്. 75,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ് ഇല്ല, അങ്ങനെയുള്ള കംപ്ലൈൻസുകളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2 ഡോർ പവർ വിൻഡോസ് ആണ്. കൊള്ളാം. വണ്ടിക്കകം കാണാനൊക്കെ നീറ്റായിട്ട് പോകേണ്ട, വലിയ കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നല്ല നീറ്റാണ്, കുഴപ്പമില്ല. ടയേഴ്സ് അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇത് 2,20 കൊടുക്കാം. 2,20. ലോൺ സൗകര്യം എങ്ങനെയാണ്? 1,5 രൂപയൊക്കെ ലോൺ കിട്ടും. 1.5. ഇത് അപ്പം വർഷം കുറവായിരിക്കും അല്ലേ? 2 വർഷത്തേക്ക് ചെയ്യാൻ പറ്റും. 2 വർഷം. ഇത് 2007 മാരുതി 800 സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണറൊക്കെ ഇപ്പോൾ കാണുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അതെ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത് ഫുൾ കവർ ഇൻഷുറൻസ്. ഇപ്പോഴും ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഓക്കെ. MBFI അല്ലേ? MBFI. സ്റ്റീരിയൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം കാണാൻ കമ്പനി പ്ലാറ്റ്ഫോം. ഇതുവരെ വേറെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കിയാലും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ് കൊള്ളാം. ആ രീതി വണ്ടിക്കകം നല്ല നീറ്റാണ്. ബാക്ക് സൈഡ് നോക്കിയാലും വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ് ബാക്ക് ടയർ ആവറേജ് താഴെയാണ് നിൽക്കുന്നത്. ഫ്രണ്ട് നല്ല ടയറായിരുന്നു. എത്ര ചോദ്യം? ഇത് 55 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 55,000. ഇതിന് പേപ്പേഴ്സൊക്കെ എത്ര ആളോടെ ഉണ്ട്? 2027. AC അല്ലേ? നോൺ AC ആണ്. ഓക്കെ. ഇത് 2004 ആൾട്ടോ LX ആണ്. 29 വരെ പേപ്പറുണ്ട്. അലോയ് വീലുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ് കിടപ്പുണ്ട്. ഓക്കെ. ആൻഡ്രോയിഡ് ഉണ്ടല്ലേ? ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 70 രൂപയ്ക്ക് കൊടുക്കാം. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡോ തേർഡോ കണ്ടാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണോ? ജെനുവിൻ. ടയേഴ്സ് ആവറേജ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നും ഇല്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിക്കുന്നത്, ഒന്നും കുഴപ്പമില്ല. ഇതിൻ്റെ പേപ്പർ 29 വരെ ഉണ്ട്. 29 ലാസ്റ്റ് വരെയാണോ? ഇത് 2008 സെൻ എസ്റ്റിലോ LXi. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ വിൻഡോ വരുന്ന വണ്ടി. ഓണർഷിപ്പ് എത്ര? ഓണർ സെക്കൻഡ്. എത്ര ഓടി? ഇത് 80-90 കണ്ട് ഓടിയിട്ടുണ്ട്. പക്ഷെ വണ്ടിക്കകം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ആ സീറ്റ് കവറിൻ്റെയും അതിനകത്തിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സ് കൊള്ളാൻ, കുഴപ്പമില്ല. ഫ്രണ്ട് പുതിയ ടയറാണ്. പുതിയ ടയർ. എത്ര ചോദ്യം? 90 രൂപയ്ക്ക് കൊടുക്കാം ലാസ്റ്റ്. 90. ഏത് മോഡലായിരുന്നു? 2008 28 വരെ പേപ്പറുണ്ട്. 2008 28 ലാസ്റ്റ് വരെ ഉണ്ടോ? നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. 2008 ആൾട്ടോ LX AC വരുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ്? ഓണർ തേർഡ്.
തേർഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 95 ആക്കണ്ടായി. ആ റേഞ്ച് ഓടിയിട്ടുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, അപാകതകളൊന്നുമില്ല. ഒന്നുമില്ല. AC ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപാകതയില്ല, AC ഉണ്ട് എന്നുള്ളത് പറഞ്ഞാണ്. ടയേഴ്സ് കുറവാണ്, എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. എത്ര ചോദ്യം? ഇത് ഫൈനൽ 85 രൂപയ്ക്ക് കൊടുക്കാം. 85. ഈ പേപ്പറൊക്കെ ഇനി 28 വരെ ഉണ്ട്. 28 ലാസ്റ്റ് വരെ? എന്നാൽ ലാസ്റ്റ് വരെ ഉണ്ടാ? ഞാൻ ഈ ലാസ്റ്റ് ഉണ്ടോയെന്ന് അറിയാൻ ലാസ്റ്റ് ചോദിക്കുന്നത്. ഉണ്ട്, എന്തായാലും 28 വരെ ഉണ്ട്. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. ആ രീതിയിൽ കാണാൻ വണ്ടി വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 2017 കിഡ് RXT 1000cc വണ്ടി. 1000. ഓണർഷിപ്പ് എത്രയാണ്? തേർഡ് ഓണർ. 80,000 കിലോമീറ്റർ. പെട്രോൾ. മൈലേജ് 20. ഓക്കെ. ആൻഡ്രോയിഡൊക്കെ ഇരിപ്പുണ്ട്. വണ്ടിക്കാണ് കാണാനൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, കുഴപ്പമില്ല. ബാക്ക് സൈഡ് ഓക്കെയാണ്. ടയർ ആവറേജ് ആണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 2.35 കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഇല്ല, ഒരു 2 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 35 രൂപ നമുക്ക് ഇറക്കാൻ പറ്റും. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല. റെഡ് ആണ് ഈ പോലും, അങ്ങനെയൊന്നും വന്നിട്ടില്ല. 2011 ആൾട്ടോ കേട്ടൺ VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 85,000 കിലോമീറ്റർ. പുതിയ പേപ്പർ. 31 വരെ ഉണ്ടോ? 31 വരെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അത് കുഴപ്പമില്ല, അത് നീറ്റാണ്. ബാക്ക് സൈഡ് നോക്കിയാലും നീറ്റായിട്ടിരിപ്പുണ്ട്. ടയേഴ്സ് കൊള്ളാം. ഫ്രണ്ട് ടയർ കുറേ കൂടി ഉണ്ട് ബാക്ക് ടയറിനെ അപേക്ഷിച്ച്. എത്ര ചോദ്യം? 1.40 കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. 1.40. ഇത് പേപ്പർ വർക്കൊക്കെ ഇനി 31 വരെ ഉണ്ട്. ഓക്കെ. 2015 ലോഡ്ജി 85,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 85. ഡീസലോ പെട്രോളോ? ഡീസൽ. മൈലേജ് എത്ര കിട്ടും? മൈലേജ് 18-19 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്ക് കാണാൻ നല്ല ഡീസൻ്റ് ആയിട്ടിരിപ്പുണ്ട്, നല്ല വൃത്തിയായിട്ട്. 4 പവർ വിൻഡോസ് ആണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്. ഇത് 6 സീറ്ററാ 7 സീറ്ററാ? 7 സീറ്റർ. ഓക്കെ. വണ്ടി നല്ല നീറ്റാണ്, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ കൊള്ളാം. ഒറിജിനൽ കേരള തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടി. ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 3 രൂപയ്ക്ക് കൊടുക്കാം. 3 രൂപ ലോണും ചെയ്ത് കൊടുക്കാം. 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഈ ടൈൽ ലാമ്പ് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് മാറി കൊടുക്കുമോ അതോ ഇങ്ങനെയാണോ? ഈ കിടക്കുന്ന കണ്ടീഷനിൽ കൊടുക്കാം. മാറി കൊടുക്കാം. ഓക്കെ. എത്ര ചോദ്യം? 3.5. 3.5. 50 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര വർഷം? ഇതൊരു 4 കൊല്ലം ലോൺ ചെയ്യാം. 4. 2015 XUV 500 W4. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ. 92,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യുവൻ ആണോ? ജെന്യുവൻ കിലോമീറ്റർ. ഇത് ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള. ഡീസൽ അല്ലേ? ഡീസൽ. ഇതിന് 14-15 റേഞ്ച് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത്. ഓക്കെ. ഏറ്റവും ടോപ്പിൽ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും. നമുക്ക് 4.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 4.5. ഒരു 25 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം. ആവറേജ് ടയേഴ്സ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ചെയ്ത ഒരു ഗ്ലാസ് മാറിയിട്ടുണ്ട്. എങ്ങനെ? ഡോറാണോ ഫ്രണ്ടാണോ? ഫ്രണ്ട് ഗ്ലാസ്. ബോണറ്റ് ബമ്പർ അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. എത്ര ചോദ്യം? 4,25,000 രൂപ. 4,25,000 രൂപ ഇറക്കാൻ പറ്റും. എത്ര വർഷം ലോൺ സൗകര്യം കിട്ടും? ഇതൊരു 4 കൊല്ലം ചെയ്യാം. 4 കൊല്ലം. ഇത് 2010 ഇനോവ G4 ടാക്സിയാണ്. പുതിയ പേപ്പർ. ഒറിജിനൽ കേരള വണ്ടി. ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ല. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 3 ലക്ഷം. കമ്പനി സർവീസ്. ഓക്കെ. കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. വണ്ടിക്കകം കാണാനൊക്കെ നീറ്റായിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നല്ല ഭംഗിക്കിരിക്കുകയാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലും നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഏറ്റവും ബാക്കിലെ സീറ്റുകൾ നോക്കിയാലൊക്കെ കറക്റ്റാണ്. ഇത് 6 സീറ്ററാണ് അല്ലേ? 7 സീറ്റ്. പക്ഷേ 6 സീറ്ററിൻ്റെ സെറ്റപ്പിലാണല്ലോ. 7 സീറ്റ്. ഒരു സീറ്റ് ഇവിടെ മടക്കി വെച്ചേക്കാണ്. ഓക്കെ. അല്ല, ഞാൻ വിചാരിച്ചു ഇനി ചില ആൾക്കാർ പ്രത്യേകം അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെ 7 സീറ്റ് വണ്ടിയാണ്. ഓക്കെ. വണ്ടി കാണാനൊക്കെ നല്ല നീറ്റാണ്. എടുത്തിട്ട് ഒന്നും ചെയ്യാനില്ല. ഇത് പ്രൈവറ്റ് ആക്കി കൊടുക്കൂ? പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ആക്കാം. ഓക്കെ. എങ്ങനെയാണ് എമൗണ്ട്? ടാക്സിയിലാണെങ്കിൽ ലാസ്റ്റ് 4.15. പ്രൈവറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ടാക്സിൻ്റെ പൈസയും കൂടെ ആവും. ഓക്കെ. ഒരു 12 മൈലേജ്. ഓക്കെ. ഇതെനിക്കൊരു കമൻറ്റിലൊരു ചേട്ടൻ, ഒരു ചേട്ടൻ പറഞ്ഞു തന്നെയാണ്. ഇന്നോവയ്ക്ക് 8 അല്ല, 8-10 ഞാൻ വിചാരിച്ചിരുന്നത്. 12 ആ റേഞ്ചിന് കിട്ടും.
കൊള്ളാം, വണ്ടിയും കാണാൻ നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ഇത് 2017 മോഡൽ XUV 500 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് പെട്രോൾ അല്ലേ? ഡീസൽ. മൈലേജ് എങ്ങനെയാണ്? 14-15 ആ റേഞ്ച്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല നീറ്റായിട്ടും ഫ്രഷ് ആയിട്ട് വരുമ്പോൾ. എത്ര കിലോമീറ്റർ ഓടിയത്? 120. പക്ഷെ കണ്ടാൽ പറയില്ല. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു, നല്ല വണ്ടി. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ ഡീസൽ. ടയറെല്ലാം പുതിയ ടയറാണ്. ഓക്കെ, വണ്ടി കൊള്ളാം. വണ്ടിക്കകമൊക്കെ നീറ്റാണ്, നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നല്ല വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല? ഇല്ല. ടയേഴ്സ് പുതിയ ടയേഴ്സ്. എത്ര ചോദ്യം? ഇത് 7,30,000 രൂപയ്ക്ക് കൊടുക്കാം. ലാസ്റ്റ് ആണോ? ആ, 7. ഒരു ഏകദേശം 7 രൂപ റേഞ്ച് ലോണും കിട്ടും. അപ്പോൾ 30,000 രൂപ ഇറക്കാം. 2012 ഒറിജിനൽ കേരള തിരുവനന്തപുരം വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഓക്കെ, ടയേഴ്സ് കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. ടയർ 4 പുതിയത്. ആ, ആക്സിഡൻ്റ് ഇല്ല, റീപ്ലേസ് ഇല്ല. ഒറിജിനൽ കേരള വണ്ടി. ആ, വണ്ടിക്കകവും കൊള്ളാം, നല്ല നീറ്റാണ്, ഫ്രഷ് ആയിട്ടിരിപ്പുണ്ട്. വണ്ടി 1,70,000 കിലോമീറ്റർ കമ്പനി സർവീസ്. അപ്പോൾ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ആ, ഓക്കെ, ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, കൊള്ളാം. എത്ര ചോദ്യം? 6,85 കൊടുക്കാം. 6,85. ലാസ്റ്റ് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 5,500 രൂപ ലോൺ ചെയ്യാം. ഇത് 2008 സ്കോർപിയോ CRD എഞ്ചിനാണ്. ഓണർഷിപ്പ്? ഓണർ 3rd. എന്ത് ഓടിയിട്ടുണ്ട്? 1,40. മേജർ സർവീസ് കഴിഞ്ഞു? എല്ലാം കഴിഞ്ഞ്. ചെറിയൊരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. മൈലേജ് എങ്ങനെയാണ് ചേട്ടാ? മൈലേജ് 13-14 ആ റേഞ്ച്. ഓ, ഓക്കെ. അപാകതകൾ പറയാൻ എന്തെങ്കിലും? അതൊന്നുമില്ല. ഇല്ല. വണ്ടിക്ക് അതൊക്കെ ഡീസൻ്റ് ആയിട്ടിരിപ്പുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് ബാക്ക് AC എൻ്റെ ഒക്കെ വരുന്ന മോഡലാണ്. കൊള്ളാം, ടയർ പുതിയത്. ഓക്കെ, എത്ര ചോദ്യം? ഇത് 2,25 ലാസ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ പേപ്പറൊക്കെ ഇനി എത്ര? 28 വരെ പേപ്പറുണ്ട്. ഐ മീൻ ലാസ്റ്റ് വരെ ഉണ്ടോ? പകുതി കൂടുതലുണ്ട്. ഉണ്ട്. ഓക്കെ, 2,25,000 രൂപ. 2,25,000 രൂപ സ്കോർപിയോ. 2015 നാനോ XT ആണ്. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 അല്ലേ? കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ സെക്കൻഡ് ആണ്. ഒരു വീട്ടിൽ തന്നെ 2 പേരോ മാറിയതാണ്. എന്ത് കാര്യത്തിനാണ് അങ്ങനെ മാറുന്നത്? അത് 4,000 കിലോമീറ്ററിലൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പറ്റൂ. എത്ര ചോദ്യം? ഇത് 1,25 കൊടുക്കാം. 1,25. ഇതിന്റെ പേപ്പേഴ്സൊക്കെ 2030 വരെ ഉണ്ട്. 2030 വരെ. വേറെ അപാകതകൾ പറയാനൊന്നുമില്ല. ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ടയേഴ്സ് പുത്തനാണോ? അതെ. 2016 ടാക്സി ഡിസയർ ആണ്. ടാക്സിയാണ്? ആ, പുതിയ പേപ്പർ. ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ പേപ്പർ എടുത്തിട്ട്. ഓക്കെ. ഓണർഷിപ്പ് എത്രയാ? ഓണർ 3rd. എന്തോ ഓടി? 1,70. ഡീസൽ. അപ്പോൾ അതിൻ്റെ ടൈമിംഗ് ചെയ്യാനൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. നല്ല വണ്ടി, പുതിയ പേപ്പർ. ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ എടുത്തിട്ട്. ഒരു കൊല്ലം പുതിയ പേപ്പറാണ്. ഇത് ഫോട്ടോ പവർ വിൻഡോ അഡീഷണൽ വെച്ചതാണ്. ടയേഴ്സ് ഈ ടയർ അത്ര പോരാ. എത്ര ചോദ്യം? നമുക്ക് 2,90 കൊടുക്കാം. 2,90. ആ, റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 2012 പോളോ ഹൈലൈൻ ഡീസൽ. ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. എന്തോ ഓടിയിട്ടുണ്ട്? 1,25. 1,25. ഡീസലാ പെട്രോളാ? ഡീസൽ ഹൈലൈൻ ഏറ്റവും ടോപ്പ്. അപ്പോൾ ടൈമിംഗ് ചെയിൻ എല്ലാം മാറിയിട്ടുണ്ട്. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ടിരിപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ തന്നെയാണെങ്കിൽ കൊള്ളാം. പുത്തൻ ടയേഴ്സാണ് ഇട്ടേക്കുന്നത്, പുതിയ ടയർ. എത്ര ചോദ്യം? ഇത് 2,60 കൊടുക്കാം. 2,60. ഇത് മൈലേജ് എന്തോ ആണ്? മൈലേജ് ഒരു 18 മേലിൽ കിട്ടും. 20. ആ, ഓക്കെ, 18 മേളിൽ കിട്ടും. 2010 i20 സ്പോർട്സ് ആണ്. പുതിയ പേപ്പർ. 30 വരെ പേപ്പറുണ്ട്. ഓണർഷിപ്പ്? സെക്കൻഡ്. എന്തോ ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. ഡീസലേ? പെട്രോള്. മൈലേജ് ഒരു 16. ആ, ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. ഫോർഡോ പവർ വിൻഡോസ് ആണ്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. മാനുവലാണ്. എത്ര ചോദ്യം? 1,75,000 രൂപയ്ക്ക് കൊടുക്കാം. 1,75. ടയർ കൊള്ളാം, നല്ല ടയറാണ് കിടക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, നല്ല വണ്ടി.
1.75. ആ, ഇത് ഏത് മോഡലായിരുന്നു? 2010 പുതിയ പേപ്പർ. അപ്പം ലോൺ കിട്ടൂല? ഇല്ല. അതൊരു കഷ്ടമായിപ്പോയി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു വണ്ടിയും ഫുൾ ടാങ്ക് എണ്ണയും നിങ്ങൾ കാത്തിരിക്കുന്നു. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ വണ്ടി നോക്കി നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ എടുത്തുകൊണ്ട് പോവാം. ഈ ഓണം നിങ്ങൾക്ക് നല്ല നല്ല വണ്ടികൾ നോക്കുന്നവർക്ക് നല്ല നല്ല വണ്ടികൾ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.